Good morning, students. First of all, I welcome all of you to a new chapter, new class of social science. Now we are going to start a new lesson, new chapter in social science. It is fourth chapter. Okay. So before starting our class, I would like to share some instructions with you. First of all, it is better to use headphone, then the voice will be clear for you. Next one, sit in calm and silent area. And last one, our class will last up to about 30 minutes. So the unwanted disturbances from others and unnecessary sound from others is not allowed, and it is requested to sit in calm and silent area. Then only you can watch, you can see, you can observe our class very clearly. Okay, then let's start our class. Okay, as we said earlier, we are now discussing the fourth chapter. It is British exploitation and resistance. എസ് ഫോർത്ത് ചാപ്റ്റർ ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്ന പാഠഭാഗമാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അതാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നടന്ന ഒരു ചരിത്ര സംഭവം, ഇന്ത്യയിലുണ്ടായ ചരിത്ര ശകലങ്ങളാണ് ഈ പാഠത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന സമയത്ത് നാമൊക്കെ പല ചരിത്രങ്ങളിലൂടെ കേട്ടതാണ്. അവർ ഇന്ത്യയിൽ വന്നു ക്രൂരമായ ഭരണം കാഴ്ചവെച്ചു. മാത്രമല്ല, അവരുടെ സാമ്പത്തികമായ അഭിവൃദ്ധിക്ക് വേണ്ടി ഇന്ത്യൻ സമ്പൽ വ്യവസ്ഥയെ അവർ കൊള്ളയടിക്കുകയായിരുന്നു. അതാണ് ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ ചൂഷണങ്ങൾ മാത്രമല്ല, ആൻഡ് റെസിസ്റ്റൻസ്. ഈ ചൂഷണങ്ങളെ തിരിച്ചറിഞ്ഞ് ഇന്ത്യയിലുണ്ടായിരുന്ന നമ്മുടെ പൂർവ്വപിതാക്കൾ, നമ്മുടെ മഹാന്മാരായ നേതാക്കന്മാർ, നമ്മുടെ മിലിറ്ററി ഫോഴ്സ്, ഇവിടെ ഉണ്ടായിരുന്ന കോമൺ പീപ്പിൾ, ഇവരെല്ലാവരും കൂടി ചേർന്ന് നിന്ന് ഇതിനെ ചെറുത്തു തോൽപ്പിച്ചു. അതാണ് റെസിസ്റ്റൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യാനുള്ളത്. ഓക്കെ, നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. അവർ ചാപ്റ്റർ is starting with a story which happened in Bengal in 1907. A day in January 1907. It was on that day the wedding of Gangul's daughter was fixed. 1907 നടന്ന ഒരു ചരിത്ര സംഭവത്തോടു കൂടിയാണ് നമ്മുടെ പാഠം തുടങ്ങുന്നത്. ഇറ്റ് വാസ് ഓൺ ദാറ്റ് ഡേ ദ വെഡിങ് ഓഫ് ഗാംഗുൽസ് ഡോട്ടർ വാസ് ഫിക്സ്ഡ്. ഈ ദിവസത്തിലാണ് ഗാംഗുൽ എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ മകളുടെ വിവാഹം നിശ്ചയിക്കപ്പെട്ടിരുന്നത്. എന്താണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത? 1907 സംഭവം നടക്കുന്നത്. 1905 ബ്രിട്ടീഷുകാർ നമ്മുടെ ബംഗാളിനെ വെസ്റ്റ് ബംഗാൾ, ഈസ്റ്റ് ബംഗാൾ എന്ന രീതിയിൽ അതിനെ ഡിവൈഡ് ചെയ്തു. ബംഗാൾ പാർട്ടീഷൻ നടക്കുന്നത് 1907. ഇന്ത്യയിൽ ഹിന്ദു, മുസ്ലിം അല്ലെങ്കിൽ വ്യത്യസ്ത മതക്കാർ ജീവിച്ചിരുന്ന വലിയൊരു ഭൂപ്രദേശമായിരുന്നു ബംഗാൾ. പക്ഷേ ഈ ബംഗാളിലെ മതമൈത്രി തകർക്കുന്നതിന് വേണ്ടി, സെക്കുലറിസം തകർക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന വലിയൊരാശയമായിരുന്നു പാർട്ടീഷൻ ഓഫ് ബംഗാൾ. ഇത് ഇന്ത്യക്കാരായ ആളുകളുടെ ഹൃദയത്തിൽ വല്ലാതെ മുറിവേൽപ്പിച്ച ഒരു സംഭവമായിരുന്നു. ആ സമയത്താണ് അതിൻ്റെ 2 വർഷം, അതായത് അതിൻ്റെ അലയൊലികൾ ഇന്ത്യയിലാകമാനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ വിവാഹാഘോഷം നടക്കുന്നത്. എന്താണ് ആ ആഘോഷത്തിൻ്റെ മറ്റൊരു പ്രത്യേകത? ദ സ്വീറ്റ്സ് വെർ ഡിസ്ട്രിബ്യൂട്ടഡ് ബട്ട് വിത്തൗട്ട് ഷുഗർ. ഇറ്റ് വാസ് മെയ്ഡ് വിത്ത് ജാഗറി. ആ വിവാഹത്തിൽ സാധാരണ നോർത്ത് ഇന്ത്യൻ നാടുകളിലെ വിവാഹാഘോഷങ്ങളിൽ നടക്കപ്പെടുന്നത് പോലെ ഒരുപാട് മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു. ഈ മധുര പലഹാരങ്ങൾക്കൊരു പ്രത്യേകത അതിൽ പഞ്ചസാര ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. പഞ്ചസാര ഇല്ലാത്ത മധുരങ്ങളായിരുന്നു അത്. പഞ്ചസാര ഇല്ലാതെയാണ് അതിൽ മധുരം ചേർത്ത് എന്നാണ്. മറിച്ച് അവർ ശർക്കര ഉപയോഗിച്ചിട്ട്, ഇന്ത്യൻ ഉൽപ്പന്നമായ ശർക്കര ഉപയോഗിച്ചിട്ടാണ് ഇതിൽ അവർ മധുരം ചേർത്തിട്ടുള്ളത്.
സാധാരണ ഉത്തരേന്ത്യൻ നാടുകളിൽ വിവാഹം നടക്കുമ്പോൾ ഇത്തരം മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുന്നത് സ്വാഭാവികമാണ്. ആ ഒരു നടപടി എന്ന രീതിയിൽ ഇദ്ദേഹവും അത് ചെയ്തു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വിവാഹാഘോഷത്തിൽ അവിടെ വിതരണം ചെയ്യപ്പെട്ട മധുരപലഹാരങ്ങളിൽ ഒരു വ്യത്യാസമുണ്ടായിരുന്നു. വിത്തൗട്ട് ഷുഗർ, പഞ്ചസാര ഉപയോഗിക്കാതെയാണ് ഇവിടെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ബട്ട് ഇറ്റ് വാസ് മെയ്ഡ് വിത്ത് ജാഗറി, ഇന്ത്യൻ പ്രൊഡക്റ്റായ, ഇന്ത്യൻ ഉൽപ്പന്നമായ ശർക്കര ഉപയോഗിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഇത് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായും അവിടെ വന്ന ആളുകൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എന്താണ് താങ്കൾ ഇത്തരത്തിലുള്ളൊരു മാറ്റം കൊണ്ടുവരാൻ കാരണം? വാട്ട് ആർ ദ റീസൺ? ഈ ചോദ്യം കേൾക്കുന്നതോടുകൂടി ഇദ്ദേഹം കുപിതനാവുകയാണ്. അങ്ങനെ ആക്രോശിച്ചുകൊണ്ട് അദ്ദേഹം ആളുകളോട് മറുപടി പറഞ്ഞു, The British are responsible for all our miseries. Hadn't we decided to boycott their products? So I preferred Indian jaggery to British sugar. ബ്രിട്ടീഷുകാരാണ് നമ്മുടെ ഈ ദാരിദ്ര്യത്തിന്, നമ്മുടെ നാട്ടിലുണ്ടായ ഈ അതിദാരുണമായ സംഭവങ്ങൾക്കൊക്കെ കാരണം ബ്രിട്ടീഷുകാരാണ്. ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ഓൾ അവർ മിസറീസ്. നമ്മുടെ ഈ ദാരിദ്ര്യത്തിന് കാരണം അവർ തന്നെയാണ്. മാത്രമല്ല അദ്ദേഹം പറയുകയാണ്, ഹാഡിൻ വി ഡിസൈഡഡ് ടു ബോയ്ക്കോട്ട് ദെയർ പ്രൊഡക്ട്സ്, അവരുടെ ഉൽപ്പന്നങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യണം, അതിനെ ബഹിഷ്കരിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചതല്ലേ. സോ ഐ പ്രിഫേർഡ് ഇന്ത്യൻ ജാഗറി ടു ബ്രിട്ടീഷ് ഷുഗർ. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പഞ്ചസാരയ്ക്ക് പകരമായി ശർക്കര ഉപയോഗിക്കാം എന്ന് ഞാൻ തീരുമാനിച്ചു. ഐ പ്രിഫേർഡ് ഇന്ത്യൻ ജാഗറി, ഞാൻ നമ്മുടെ ഇന്ത്യക്കാരുണ്ടാക്കിയ ശർക്കര ഉപയോഗിക്കണമെന്ന് തീരുമാനിച്ചു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ഇന്ത്യക്കാരായ നമ്മുടെ പൂർവ്വപിതാക്കൾ അവരെന്തായിരുന്നു? ബ്രിട്ടീഷുകാരുടെ സമരമുഖത്ത്, ബ്രിട്ടീഷുകാരോടുള്ള എതിർപ്പ് പൂർണ്ണമായ നിലയിൽ അതിനെ പ്രകടിപ്പിച്ച വ്യക്തികളായിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ മാക്സിമം ചൂഷണം ചെയ്യാനും അതിനെതിരെ, ബ്രിട്ടീഷുകാരുടെ ചൂഷണങ്ങൾക്കെതിരെ പൂർവ്വപിതാക്കളായ നമ്മുടെ നേതാക്കന്മാർ പരമാവധി അതിനെ റെസിസ്റ്റ് ചെയ്ത്, അതിനെ പ്രതിരോധിച്ച് നിൽക്കാനും അവർ ശ്രമിച്ചിരുന്നു. ഇതാണ് ഈ ചരിത്ര സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. Now look at this picture. It is map of our India before partition. From this picture we can understand India was divided into many princely states. ഈ ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് പാർട്ടീഷൻ്റെ മുമ്പുണ്ടായിരുന്ന ഇന്ത്യയുടെ ഒരു ചിത്രമാണ്, ഒരു മാപ്പാണ്. എന്താണ് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാവുന്നത്? ഇന്ന് കാണുന്ന പോലെ വ്യത്യസ്ത സ്റ്റേറ്റുകളോ അല്ലെങ്കിൽ ഒരു കേന്ദ്രഭരണ പ്രദേശങ്ങളോ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ഒരുപാട് ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളാണ് ഇന്ത്യ ഭരിച്ചിരുന്നത്. ഈ പിക്ചറിൽ, ഈ മാപ്പിൽ നമ്മുടെ കേരളം കിടക്കുന്ന ഭാഗത്തേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. വളരെ ചെറിയ ഒരു പോർഷൻ, അവിടെ കൊച്ചിൻ, ട്രാവങ്കൂർ എന്നീ 2 സ്ഥലങ്ങളാണ് കാണുന്നത്. അതായത് കേരള എന്ന ഒരു സ്റ്റേറ്റ് അന്ന് ഉണ്ടായിരുന്നില്ല. അതിൻ്റെ തൊട്ട് മുകളിൽ നോക്കൂ, മൈസൂർ കാണുന്നുണ്ട്, അതിൻ്റെ മുകളിൽ മദ്രാസ് കാണുന്നുണ്ട്. അതായത് ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായി വിഭജിക്കപ്പെട്ട ഒരു രാജ്യമായിരുന്നു ആദ്യകാലത്ത് നമ്മുടെ ഇന്ത്യ. ഓക്കെ. എന്നാൽ ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി നമ്മുടെ നാടിൻ്റെ അവസ്ഥ പൂർണ്ണമായും മാറുകയാണ്. ദ ബ്രിട്ടീഷ് conquered princely states using military force and diplomatic strategies. ബ്രിട്ടീഷുകാർ വന്നു നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഈ കൊച്ചു കൊച്ചു നാട്ടുരാജ്യങ്ങളോട് അവർ യുദ്ധം ചെയ്യാൻ തുടങ്ങി. ബ്രിട്ടീഷ് കൺകേർഡ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. ഈ പ്രിൻസ്ലി സ്റ്റേറ്റ്സിന് മുഴുവൻ അവർ കീഴടക്കുകയാണ്. എങ്ങനെയാണ് കീഴടക്കുന്നത്? യൂസിങ് മിലിറ്ററി ഫോഴ്സ്, അവർ പട്ടാളക്കാരുപയോഗിച്ച്, അതേപോലെ ഡിപ്ലോമാറ്റിക് സ്ട്രാറ്റജീസ്, അവരുടെ നയതന്ത്ര ഉപാധികൾ ഉപയോഗിച്ച് നമ്മുടെ നാടിനെ അവർ കീഴടക്കുകയായിരുന്നു. മാത്രമല്ല അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഇറ്റ് വാസ് ഡ്യൂറിങ് ദ സ്പാൻ ഓഫ് 100 years between the Battle of Plassey in 1757 and the First War of Indian Independence in 1857 that the major part of India came under the British rule. 100 വർഷങ്ങൾക്കുള്ളിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന് 100 വർഷ കാലയളവിനുള്ളിൽ തന്നെ, അതായത് 1757 ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ വരവറിയിച്ചുകൊണ്ട് അന്ന് അവർ നടത്തിയ ഒരു പ്രധാന യുദ്ധമാണ് പ്ലാസി വാർ, ബാറ്റിൽ ഓഫ് പ്ലാസി.
ഈ പ്ലാസി വാർ നടക്കുന്നത് 1757 എന്നാൽ ഒന്നാം സ്വാതന്ത്ര്യ യുദ്ധം ഇൻഡിപെൻഡൻസ് വാർ എന്നറിയപ്പെടുന്ന ഒരു യുദ്ധമുണ്ട് 1857. ഈ യുദ്ധത്തിനുമിടയിലുള്ള 100 വർഷ കാലയളവ് കൊണ്ടാണ് ഇന്ത്യയിലുണ്ടായിരുന്ന മേജർ പാർട്സ്, ഇന്ത്യയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളും അവരുടെ കൈകളിലാക്കിയത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത് 100 വർഷ കാലയളവ് 1757 നടന്ന പ്ലാസി വാറിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെത്തിയതിൻ്റെ വരവറിയിച്ചുകൊണ്ട് അവർ നടത്തിയ ഒരു യുദ്ധമാണ്. ഈ യുദ്ധം നടന്ന് അടുത്തതായി ഇന്ത്യയിലൊരു പ്രധാനപ്പെട്ട ഒരു യുദ്ധം നടക്കുന്ന ഏതാണ്? 1857 ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന പേരിൽ അറിയപ്പെടുന്ന 1857 മഹാവിപ്ലവം. ഈ 2 വർഷങ്ങൾക്കിടയിൽ 100 വർഷം കൊണ്ട് അവരെന്ത് ചെയ്തു? ഇന്ത്യയിലുണ്ടായിരുന്ന ഈ പ്രിൻസ്ലി സ്റ്റേറ്റ്സിൻ്റെ മേജർ പാർട്സും അവരുടെ കൈകളിലെത്തിക്കുകയാണ്. നോക്കൂ, ഇവിടെ നമുക്ക് ഒരു ഇന്ത്യൻ ഭൂപടം കാണാം. ഈ ഭൂപടത്തിൽ യെല്ലോ നിറത്തിൽ കാണുന്ന പ്രദേശങ്ങളെല്ലാം എന്തായിരുന്നു? ബ്രിട്ടീഷുകാരുടെ കൈകളിൽ വന്ന പ്രദേശമായിരുന്നു. ഇതെല്ലാം ഇന്ത്യക്കാരായ ആളുകൾ ഭരിച്ചിരുന്ന പ്രദേശമാണ്. ബട്ട് around 63% of region in Indian subcontinent had come under the direct control of British. ഈ 100 വർഷം കൊണ്ട് ഇന്ത്യക്കാരുടെ കൈകളിലുണ്ടായിരുന്ന 63% പ്രദേശവും ബ്രിട്ടീഷുകാരുടെ കൈകളിലേക്ക്, ബ്രിട്ടീഷുകാരുടെ അധികാരത്തിലേക്ക് മാറി എന്നതാണ് വാസ്തവം. ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളോട് ചെറിയ രീതിയിൽ യുദ്ധം ചെയ്ത് ആ നാടിനെ കീഴടക്കി അവിടെ നിന്നുകൊണ്ട് അടുത്ത ചെറിയ നാട്ടുരാജ്യവുമായി യുദ്ധം ചെയ്ത് അതിനെ കീഴടക്കി. അങ്ങനെ പതിയെ അവരെന്ത് ചെയ്തു? ഇന്ത്യയുടെ മേജർ പാർട്സും ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും അവരുടെ കൈകളിലേക്ക് അവർ കൊണ്ടുവന്നു. ഇതാണ് ഇന്ത്യയിൽ അവർ നടത്തിയ എക്സ്പ്ലോയിറ്റേഷൻ്റെ ഒരു വലിയ കഥ. ഇന്ത്യൻ കോണ്ടിനെൻറ്റിനെ ഭൂരിഭാഗം പ്രദേശങ്ങളെയും ഭരിച്ചത് അവരായിരുന്നു. നിങ്ങളുടെ കൈകളിൽ ടെക്സ്റ്റ് പുസ്തകം ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി ഇല്ല എങ്കിലും പ്രശ്നമില്ല, നമുക്ക് എന്ത് ചെയ്യാം, മേജർ പോയിൻറ്റ്സൊക്കെ ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ഒരു സൈഡ് ഹെഡിങ്ങിലേക്ക് കടക്കാം. ഇമ്പാക്റ്റ് ഓഫ് ബ്രിട്ടീഷ് പോളിസീസ്, ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സ്വാധീനം. അതാണ് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരുപാട് പോളിസികളുണ്ട്. അവരുടെ ഭരണത്തിൻ്റെ ഭാഗമായി അവരിവിടെ നടപ്പിലാക്കിയ ഒരുപാട് നിയമങ്ങൾ, റൂൾസ്, റെഗുലേഷൻസ്, അതിൻ്റെ സ്വാധീനം, അത് ഇന്ത്യക്കാരായ ആളുകൾ എങ്ങനെ സ്വാധീനിച്ചു, അതാണ് ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത്. ഓക്കെ, ഫാമേഴ്സ് വേർ വൺ ഓഫ് ദ ഇമ്മീഡിയറ്റ് വിക്ടിം ഓഫ് ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഇരകൾ ഫാമേഴ്സ്, കർഷകരായിരുന്നു ഈ ഭരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഇരകൾ. കാരണം അവരാണ് സാധാരണ ജീവിതം നയിക്കുന്നത്. ബ്രിട്ടീഷ് ആ കാലത്തൊക്കെ കൃഷിയായിരുന്നു നമ്മുടെ ഉപജീവന മാർഗം. അതുകൊണ്ട് തന്നെ അന്ന് പ്രധാനപ്പെട്ട ഒരു മാർഗം, ഉപജീവന മാർഗമായി കണ്ടിരുന്നത് കൃഷി ആയതുകൊണ്ട് കർഷകരായ ആളുകളാണ് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൻ്റെ ഏറ്റവും വലിയ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചത് അവരായിരുന്നു, കർഷകരായിരുന്നു. കാരണം എന്താണ്? ദ ലാൻഡ് റവന്യൂ സിസ്റ്റം ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ബ്രിട്ടീഷ് ഡിസ്ട്രോയിഡ് ദ ബാക്ക് ബോൺ ഓഫ് ഫാമേഴ്സ്. ലാൻഡ് റവന്യൂ സിസ്റ്റം, നികുതി പിരിവ്. നമ്മളൊക്കെ നമ്മുടെ കേരളത്തിൽ, പഴയ കേരളത്തിൽ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട് നികുതി പിരിവുമായി ബന്ധപ്പെട്ട്. വെളിയങ്കോട് ഉമർ ഖാദിയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ഭൂമി എൻ്റേതാണ്, ഇവിടെ ഞാൻ നിങ്ങൾക്ക് നികുതി തരില്ല എന്ന് പറഞ്ഞ് ബ്രിട്ടീഷുകാരൻ്റെ മുഖത്തേക്ക് തുപ്പി എന്ന കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്ന പോലെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അമിതമായ ടാക്സ് ഇമ്പോസ് ചെയ്തിരുന്നു. ഈ ടാക്സേഷൻ പോളിസി, അതിനാണ് റവന്യൂ സിസ്റ്റം എന്ന് പറയുക. ദ ലാൻഡ് റവന്യൂ സിസ്റ്റം ഓഫ് ബ്രിട്ടീഷ് പോളിസി, ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ അവരുടെ പോളിസിയുടെ ഭാഗമായി അവർ കൊണ്ടുവന്ന ടാക്സേഷൻ പോളിസി അതെന്തായിരുന്നു? കർഷകരുടെ നട്ടെല്ലൊടിക്കുന്ന രീതിയിലുള്ള ടാക്സേഷൻ പോളിസി ആയിരുന്നു. എങ്ങനെയാണത് നമുക്ക് നോക്കാം, പരിശോധിക്കാം. എന്തെല്ലാമാണ് ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്ന ടാക്സേഷൻ പോളിസി? വ്യത്യസ്ത തരത്തിലുള്ള ടാക്സേഷൻ പോളിസികളായിരുന്നു ആ കാലത്തുണ്ടായിരുന്നത്. There were 3 types of taxation. First one, permanent settlement. The second one, Rayatwari settlement. The last one, Mahalwari settlement.
3 രീതിയിലുള്ള ടാക്സേഷൻ പോളിസികളായിരുന്നു ആ കാലത്തുണ്ടായിരുന്നത്. ഒന്ന് പെർമനൻ്റ് സെറ്റിൽമെൻറ്റ്. പെർമനൻ്റ് സെറ്റിൽമെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജമീന്ദാരി സിസ്റ്റം. എന്താണ് ജമീന്ദാരി സിസ്റ്റം? ആദ്യകാലത്ത് ഭൂമിയുടെ ഉടമസ്ഥർ ബ്രിട്ടീഷുകാരായിരുന്നു. എന്നാൽ ഈ ബ്രിട്ടീഷുകാരുടെ അധികാരത്തിലുണ്ടായിരുന്ന ഭൂമി ചില ജന്മിമാരായ ആളുകൾക്ക് അവർ അതിൻ്റെ അവകാശം എഴുതി കൊടുത്തു. എന്നിട്ട് ആ ഭൂമിയിൽ, അവരുടെ അധികാരത്തിലുണ്ടായിരുന്ന ഭൂമിയിൽ നികുതി പിരിക്കാൻ ഈ ജന്മിമാരായ ആളുകൾക്ക് അവകാശം കൊടുത്തു. ഈ ഒരു സിസ്റ്റത്തിനാണ് പെർമനൻ്റ് സെറ്റിൽമെൻറ്റ്, ജമീന്ദാരി സിസ്റ്റം എന്ന് പറയുന്നത്. നിങ്ങൾ ഒരുപാട് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതായത് ജന്മിമാരായ ആളുകൾ അവരുടെ മുമ്പിൽ നമ്മുടെ പാവപ്പെട്ട കർഷകർ അടിയാളന്മാരായി വിധേയരായി നിൽക്കുന്ന ഒരുപാട് രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പാലേരി മാണിക്യം, ഒരു പാതിരാ കൊലപാതകത്തിൻ്റെ കഥ, ഒരു സിനിമയാണ്. ആ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല ആളുകളും. ആ സിനിമയിൽ കാണാം, മമ്മൂട്ടിയാണ് അതിൽ പ്രധാന നായകനായി വരുന്നത്. ആ സിനിമയിൽ കണ്ടിട്ടുണ്ട് മമ്മൂട്ടിയുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു കർഷകൻ്റെ കഥയൊക്കെ അതിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ജന്മിമാർ അവർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളുകളാണ്. കാരണം എന്താണ്, അവർക്ക് ഭൂമിയൊക്കെ എഴുതി കൊടുത്ത ആളുകളാണ് ബ്രിട്ടീഷുകാർ. അപ്പോൾ ഈ ഭൂമിയുടെ നികുതി പിരിക്കാനുള്ള അവകാശം ഈ ജന്മിമാർക്കാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്തരം സെറ്റിൽമെൻറ്റ്, അതായത് പെർമനൻ്റായി ആ ഭൂമിയുടെ അവകാശം ജന്മിമാരായ ആളുകൾക്ക് എഴുതി കൊടുത്തത്. അതുകൊണ്ടാണ് അവിടെ പെർമനൻ്റ് സെറ്റിൽമെൻറ്റ്, ജമീന്ദാരി സിസ്റ്റം എന്ന് പറയുന്നത്. രണ്ടാമതായി റയറ്റ് വാരി സിസ്റ്റം, റയറ്റ് വാരി സെറ്റിൽമെൻറ്റ്. റയറ്റ് വാരി സെറ്റിൽമെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, റയറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കർഷകൻ എന്നാണ്. കർഷകൻ എന്നതിൻ്റെ മറ്റൊരു വേർഡാണ് റയറ്റ് എന്നുള്ളത്. അപ്പോൾ റയറ്റ് വാരി സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കർഷകരായ ആളുകളിൽ നിന്നും നേരിട്ട് ടാക്സ് കളക്ട് ചെയ്തിരുന്ന ഒരു സിസ്റ്റം. അതായത് പെർമനൻ്റ് സെറ്റിൽമെൻറ്റിൽ ഭൂമിയുടെ അവകാശം ഏതെങ്കിലും ജന്മിമാരായ ആളുകൾക്ക് അവർ പെർമനൻ്റായി എഴുതി കൊടുത്തിട്ടുണ്ടാവും. അവരുടെ കീഴിലുള്ള ആ ജന്മിമാരായ ജമീന്ദാർ എന്നാണ് ഭൂമിയുടെ ഉടമകൾ, അവരുടെ കീഴിലുള്ള ഭൂമിയിൽ നിന്ന് നികുതി പിരിക്കാനുള്ള അവകാശം ഈ ജമീന്ദാറിനാണെങ്കിൽ, താഴെ റയറ്റ് വാരി സെറ്റിൽമെൻറ്റിൽ ഭൂമിയുടെ അവകാശം ബ്രിട്ടീഷുകാർ നേരിട്ട് നടത്തുകയാണ്. ബ്രിട്ടീഷുകാരിൽ നിന്ന് പാട്ടത്തിനെടുത്ത്, വാടകയ്ക്കെടുത്ത് അവിടെ കൃഷി ചെയ്യുന്ന കർഷകരായ ആളുകളുണ്ട്. ആ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി ഇമ്പോസ് ചെയ്യുന്ന, കളക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിനാണ് റയറ്റ് വാരി സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമതായി മഹൽവാരി സിസ്റ്റം. മഹൽവാരി സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മഹല്ല് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പ്രദേശത്തിന് പറയുന്ന പേരാണ്. ഇന്നും നമ്മുടെ നാട്ടിൽ ഇസ്ലാമിക ഭരണകൂടങ്ങളിൽ എന്തുപയോഗിക്കുന്നുണ്ട്, മഹല്ല് എന്ന സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഒരു പ്രത്യേക പ്രദേശത്തിന് ഭരണം നടത്താൻ, അവിടുത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേക വ്യക്തികൾക്ക് അധികാരം കൊടുത്തിട്ടുണ്ടാവും. ആ വ്യക്തി അവിടെ കൈകാര്യം ചെയ്യുകയും അവിടെ ഉള്ള കൃഷിസ്ഥലങ്ങളിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാൻ അവർക്ക് അധികാരം കൊടുത്തിരുന്നത്. ആ ഒരു സിസ്റ്റത്തിനാണ് മഹൽവാരി സെറ്റിൽമെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മഹൽവാരി സെറ്റിൽമെൻറ്റിൽ ഒരു പ്രത്യേക പ്രദേശത്തിൻ്റെ അധികാരം ഒരു വ്യക്തിക്ക് കൊടുക്കുകയും ആ വ്യക്തി അവിടെയുള്ള ടാക്സ് കളക്ട് ചെയ്യുകയും ചെയ്യുന്ന സിസ്റ്റമാണ്. 3 സിസ്റ്റമാണെങ്കിലും മൂന്നും കർഷകരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ട്. ഈ 3 സിസ്റ്റവും കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസകരമായിരുന്നു. പെർമനൻ്റ് സെറ്റിൽമെൻറ്റും റയറ്റ് വാരി സെറ്റിൽമെൻറ്റും മഹൽവാരി സെറ്റിൽമെൻറ്റും 3 സിസ്റ്റമാണെങ്കിലും കർഷകനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓരോ സിസ്റ്റവും അതിൻ്റെ പ്രത്യേകതകൾ, അത് കർഷകരെ എങ്ങനെയൊക്കെയാണ് സ്വാധീനിച്ചത് എന്ന് നമുക്ക് വിശദീകരിക്കാം. അതിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്, അതുകൊണ്ടുണ്ടായ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, പെർമനൻ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ്, ഇതാണ് ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത്. ഈ ഭാഗത്ത് അതിൻ്റെ മറ്റൊരു പേരാണ് ജമീന്ദാരി സിസ്റ്റം. ഇവിടെ നമുക്കൊരു ചിത്രം കാണാൻ സാധിക്കും. ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത്? ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വന്ന, അവരുടെ പട്ടാളക്കാരുടെ ഭാഗത്തു നിന്ന്, പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഒരാൾ, അതേപോലെ ഇന്ത്യൻ ജന്മിമാരുടെ പ്രതിനിധിയായ ഒരാൾ, അതേപോലെ അവരുടെ മുമ്പിൽ നിൽക്കുന്ന കുറേ കർഷകർ. ഈ കർഷകർ അവരുടെ മുമ്പിൽ എങ്ങനെയാണ് നിൽക്കുന്നത്? ഓച്ചാനിച്ച് തല കുനിച്ച് നിൽക്കുകയാണ്. എന്താണ് ഈ ചിത്രം നമ്മോട് പറയുന്നത്? പാവപ്പെട്ട കർഷകരെ ജമീന്ദാസ്, ബ്രിട്ടീഷുകാർ എങ്ങനെയൊക്കെയാണ്
അവരെ ബുദ്ധിമുട്ടിച്ചിരുന്നത് എന്ന് വിശദീകരിക്കുകയാണ്. കർഷകരായ ആളുകൾ അവരുടെ ജമീന്ദാറിൻ്റെ മുതലാളിമാരുടെ കയ്യിലുള്ള ഭൂമിയിൽ കൃഷി ഇറക്കി, മാത്രവുമല്ല ഈ കൃഷി അതിൽ നിന്ന് കിട്ടുന്ന വിളവ്, അതിൻ്റെ നികുതി ജമീന്ദാസിന് അവർ കൈമാറുകയും ജമീന്ദാർ ഇത് ബ്രിട്ടീഷുകാരന് കൈമാറുകയും ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജമീന്ദാർ അവർക്ക് ലാഭമെടുക്കുന്നതിന് വേണ്ടി അമിതമായ ടാക്സാണ് ഈ കർഷകരുടെ മേൽ അവർ ഇമ്പോസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടാക്സേഷൻ പോളിസി ഇവരുടെ മേലിൽ ഒരു വലിയ ബുദ്ധിമുട്ടായി അവർക്ക് മാറി. നോക്കൂ, ദ ടാക്സ് വാസ് കളക്റ്റഡ് ബൈ ജമീന്ദാറാണ് ടാക്സ് കളക്ട് ചെയ്തിരുന്നത്. മാത്രമല്ല ജമീന്ദാർ വാസ് ദ ഓണർ ഓഫ് ദ എൻറ്റയർ ലാൻഡ് വേർ ഹി ഹാഡ് ദ ജുറിസ്ഡിക്ഷൻ ടു കളക്ട് ടാക്സ്. തനിക്ക് ടാക്സ് കളക്ട് ചെയ്യാൻ അധികാരമുണ്ടായിരുന്ന ഭൂമിയിൽ അതിൻ്റെ അധികാരം, എവിടെയാണോ ടാക്സ് കളക്ട് ചെയ്തിരുന്നത് ആ ഭൂമിയുടെ അവകാശവും അധികാരവും ആർക്കായിരുന്നു? ജമീന്ദാസിനായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ എത്ര വേണമെങ്കിലും ടാക്സ് ഈടാക്കാനും എത്ര വേണമെങ്കിലും കർഷകരെ ബുദ്ധിമുട്ടിക്കാനും ഉള്ളൊരു അവകാശം അവർക്ക് ഉണ്ടായിരുന്നു. ആസ് എ റിസൾട്ട് farmers were to pay up to 60% of the yield as tax. കർഷകന് തൻ്റെ വിളവിൻ്റെ 60% ടാക്സായി അടയ്ക്കേണ്ടി വന്നു. അമിതമായ ടാക്സ് ഇമ്പോസ് ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ടായിരുന്നു. കാരണം എന്താണ്? ജമീന്ദാറാണ്. താൻ ഏത് ഭൂമിയിലാണോ അദ്ദേഹത്തിന് ഉടമസ്ഥാവകാശം ആ ഭൂമിയിൽ ഏത് നിയമവും കൊണ്ടുവരാനുള്ള അവകാശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 60% വിളവ് അവർ ടാക്സായി ഇമ്പോസ് ചെയ്തിരുന്നു. മാത്രമല്ല ടാക്സ് ടു ബി പെയ്ഡ് ഈവൻ അറ്റ് ദ ടൈം ഓഫ് പുവർ yielded. വിളവ് കുറഞ്ഞ കാലത്ത് പോലും ടാക്സ്, ഈ പറയപ്പെട്ട ടാക്സ് അവരിൽ നിന്നും ഈടാക്കിയിരുന്നു. മാത്രമല്ല ദ ടാക്സ് വാസ് ടു ബി പെയ്ഡ് ഇൻ ക്യാഷ് സ്ട്രിക്ട്ലി ബിഫോർ ദ കട്ട് ഓഫ് ഡേറ്റ്. ഒരു പറയപ്പെട്ട കൃത്യ തീയതിക്ക് മുമ്പ് തന്നെ ക്യാഷായിട്ട് തന്നെ അവർ ടാക്സ് അടയ്ക്കേണ്ടി വന്നിരുന്നു. ആദ്യകാലത്ത് നെല്ല് കൃഷി ചെയ്യുന്ന കർഷകന് നെല്ല് ടാക്സായി അടക്കാമായിരുന്നു. ഗോതമ്പ് കർഷകന് ഗോതമ്പ് ടാക്സായിട്ട് അടക്കാമായിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി അവരുടെ ഈ ഭരണത്തിൻ്റെ ഒരുപാട് പോളിസികൾ കൊണ്ടുവന്നതിൻ്റെ ഭാഗമായി, ടാക്സേഷൻ പോളിസിയുടെ ഭാഗമായി ക്യാഷായിട്ട് തന്നെ ഇത് നികുതി അടക്കണമെന്ന് അവർ നിർബന്ധിച്ചു. മാത്രമല്ല കൃത്യമായ തീയതിക്കുള്ളിൽ അവർ നിർബന്ധമായും ടാക്സ് അടക്കാൻ അവരെ നിർബന്ധിച്ചു. ഇതൊക്കെയാണ് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്, റവന്യൂ സെറ്റിൽമെൻറ്റിൻ്റെ പ്രത്യേകതകൾ. ഇനി നമുക്ക് റേറ്റ് വാരി സിസ്റ്റത്തിൻ്റെ പ്രത്യേകതകൾ നോക്കാം. റേറ്റ് വാരി സിസ്റ്റം നമ്മൾ പറഞ്ഞു കർഷകരായ ആളുകളിൽ നിന്ന് നേരിട്ട് ടാക്സ് ഇമ്പോസ് ചെയ്യുന്ന സിസ്റ്റമാണ്. നോക്കൂ, ദ ലാൻഡ് റവന്യൂ വാസ് കളക്റ്റഡ് ഡയറക്ട്ലി ഫ്രം ദ ഫാമേഴ്സ്. അതായത് റൈറ്റ്സ്, ലാൻഡ് റവന്യൂ ഭൂമിയുടെ നികുതി വാസ് കളക്റ്റഡ് ഡയറക്ട്ലി ഫ്രം ഫാമേഴ്സ്, കർഷകരിൽ നിന്ന് നേരിട്ട് കളക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമായിരുന്നു. ദോ ഓണർഷിപ്പ് ഓഫ് ലാൻഡ് വാസ് വെസ്റ്റഡ് വിത്ത് ദ ഫാമേഴ്സ്. ആ ഭൂമി, കൃഷി ചെയ്യുന്ന ഭൂമി അത് കർഷകൻ്റെ പേരിലായിരുന്നുവെങ്കിലും എക്സസീവ് ടാക്സ് ഇംപവറിഷ്ഡ് ദം. അവരെന്ത് ചെയ്തു? അമിതമായ ടാക്സ് കൊണ്ട് ഇവർ വല്ലാതെ കഷ്ടപ്പെടുത്തി. നമ്മൾ നേരത്തെ പറഞ്ഞത് ഭൂമിയുടെ അധികാരം ബ്രിട്ടീഷുകാർക്കായിരുന്നുവെന്ന്. അതിൽ ചെറിയൊരു മാറ്റം, അവിടെ ഭൂമിയുടെ അധികാരം ആർക്ക് തന്നെയാണ്? കർഷകന് തന്നെയാണ് ഭൂമിയുടെ അധികാരമെങ്കിലും അവർ ബ്രിട്ടീഷുകാർക്ക് ഈ ഭൂമിയിൽ നികുതി കൊടുക്കേണ്ടി വന്നിരുന്നു. അതാണ് ദോ ഓണർഷിപ്പ് ഓഫ് ലാൻഡ് വാസ് വെസ്റ്റഡ് വിത്ത് ദ ഫാമേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ ഭൂമിയുടെ അധികാരം ബ്രിട്ടീഷുകാർക്കാണ് എന്നാണ്. അതിൽ ചെറിയൊരു തിരുത്ത്, അധികാരം കർഷകരാണ്. ഭൂമിയുടെ ഓണർഷിപ്പ് കർഷകന് തന്നെയാണെങ്കിലും എക്സസീവ് ടാക്സ് ഇംപവറിഷ്ഡ് ദം, അമിതമായ ടാക്സ് അവരെ വല്ലാതെ കഷ്ടത്തിലാഴ്ത്തി, ദുരിതത്തിൽ ആഴ്ത്തി. ദെൻ ലാസ്റ്റ് വൺ, മഹൽവാരി സെറ്റിൽമെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്തേ? മഹൽവാരി സിസ്റ്റം, മഹൽ സിസ്റ്റം, അതായത് ഒരു പ്രദേശത്തിൻ്റെ അധികാരം. ഇന്നും നമ്മുടെ നാട്ടിൽ ഇസ്ലാമിക ഭരണ സിസ്റ്റത്തിൽ എന്തുണ്ട്? മഹല് പ്രദേശങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മഹലിന് ഒരു അധികാരിയെ അവർ ഏൽപ്പിച്ചിട്ടുണ്ടാവും. നമ്മൾ ആദിവാസികളിലൊക്കെ ആദിവാസി മൂപ്പൻ, പഞ്ചായത്ത് മൂപ്പനൊക്കെ എന്നൊക്കെ കേൾക്കുന്നത് പോലെ ഒരു മഹലിൻ്റെ ഒരു അധികാരി ഉണ്ടാകും. ദ വില്ലേജ് ഹെഡ്മാൻ വാസ് അസൈൻഡ് ദ റെസ്പോൺസിബിലിറ്റി ടു കളക്ട് ടാക്സ്. ഓരോ പ്രദേശത്തിൻ്റെയും ഹെഡ്മാൻ, അവിടുത്തെ മുഖ്യ കാര്യദർശി, അദ്ദേഹത്തിന് റെസ്പോൺസിബിലിറ്റി ടു ടാക്സ് കളക്ട് ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരുന്നു.
മാത്രമല്ല ദ ടാക്സ് റേറ്റ് വാസ് എക്സസീവ് ഇൻ ദി സിസ്റ്റം ടു. ഈ സിസ്റ്റത്തിലും അമിതമായ ടാക്സാണ് ഇമ്പോസ് ചെയ്തിരുന്നത്. ദ എൻറ്റയർ വില്ലേജ് വാസ് കൺസിഡേർഡ് ആസ് എ സിംഗിൾ യൂണിറ്റ് ഫോർ ടാക്സ് കളക്ഷൻ. ആ അധികാരിയുടെ അധികാരത്തിലുണ്ടായിരുന്ന മുഴുവൻ പ്രദേശവും സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് അവർ പരിഗണിച്ചിരുന്നത്. ഒരു വലിയ പ്രദേശമായിരുന്നെങ്കിൽ പോലും ആ പ്രദേശത്തിൻ്റെ മുഴുവൻ ടാക്സും സിംഗിൾ യൂണിറ്റായി ഒരു പ്രത്യേക ആൾക്ക് അധികാരം നൽകി അയാൾക്കത് മുഴുവൻ കളക്ട് ചെയ്യാനുള്ള അധികാരമാണ് നൽകിയിരുന്നത്. അതാണ് ദ എൻറ്റയർ വില്ലേജ് വാസ് കൺസിഡേർഡ് ആസ് എ സിംഗിൾ യൂണിറ്റ് ഫോർ ടാക്സ് കളക്ഷൻ. ഉദാഹരണമായിട്ട് കാലടി ഗ്രാമപഞ്ചായത്ത് ഒരു വലിയ പ്രദേശമാണെങ്കിൽ പോലും അതിൻ്റെ മുഴുവൻ ടാക്സ് കളക്ഷന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക വ്യക്തിയെ അധികാരം കൊടുക്കുന്നത് പോലെ അദ്ദേഹം ഫാമേഴ്സിന് എന്ത് ചെയ്തു? അമിതമായ ചൂഷണം ചെയ്തു. ചുരുക്കത്തിൽ നമുക്ക് എന്താ അറിയാം, ദ 3 സിസ്റ്റം, പെർമനൻ്റ് സെറ്റിൽമെൻറ്റ്, മഹൽവാരി സിസ്റ്റം, റൈറ്റ് വാരി സിസ്റ്റം, ഈ 3 സിസ്റ്റം ആണെങ്കിലും ഇത് മൂന്നും എന്തായിരുന്നു? ഫാമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് മൂന്നും വലിയ ദുരിതമുണ്ടാക്കിയ സിസ്റ്റമായിരുന്നു. 3 ടാക്സേഷൻ പോളിസിയാണ്, ലാൻഡ് റവന്യൂ സിസ്റ്റമാണ് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത്. ഈ 3 സിസ്റ്റവും ഫാമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ കഷ്ടമാണ് ഉണ്ടാക്കിയത്. അമിതമായ ടാക്സ് ഇമ്പോസ് ചെയ്യുകയും അത് ക്യാഷായിട്ട് തന്നെ അവർക്ക് കൊടുക്കണമെന്ന് നിയമം പറയുകയും വിളവില്ലാത്ത കാലയളവിൽ പോലും ടാക്സ് കൊടുക്കണമെന്ന് പറയുകയും കട്ട് ഓഫ് ഡേറ്റിന് മുമ്പായി തന്നെ ടാക്സ് കൊടുക്കണമെന്ന് പറയുകയും തുടങ്ങിയ നിയമങ്ങളെല്ലാം കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസങ്ങളാണ് ഉണ്ടാക്കിയത്. ഇനി നമുക്ക് ഈ ടാക്സുകൾ, ഓരോ ടാക്സും ഓരോ പ്രദേശത്താണ് ബ്രിട്ടീഷുകാർ ഇമ്പോസ് ചെയ്തിരുന്നത്. എല്ലാ ടാക്സും എല്ലാ പ്രദേശത്തും ഇമ്പോസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് എന്ത് നോക്കാം, ഓരോ ടാക്സും ഏതെല്ലാം പ്രദേശത്താണ് അവർ ഇമ്പോസ് ചെയ്തിരുന്നത് എന്ന് നമുക്ക് നോക്കാം. നോക്കൂ, പെർമനൻ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ് ഏതൊക്കെ പ്രദേശങ്ങളിലാണ്? ബംഗാൾ, ബീഹാർ, ഒറീസ, ഈ 3 പ്രദേശങ്ങളിലാണ് പെർമനൻ്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. ഇനി റൈറ്റ് വാരി സിസ്റ്റം എവിടെയൊക്കെയാണ് ഉണ്ടായിരുന്നത്? സൗത്ത് ഇന്ത്യൻ റീജൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സദേൺ ഇന്ത്യ, കേരളം, തമിഴ്നാട്, കർണാടക തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ അവർ നടപ്പിലാക്കിയത് റൈറ്റ് വാരി സിസ്റ്റമായിരുന്നു. ഇനി മഹൽവാരി സിസ്റ്റം ഏതാണ്? നോർത്ത് വെസ്റ്റ് റീജിയൻസിലാണ് അവർ ഇത് ഈടാക്കിയിരുന്നത്. അതായത് നോർത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗുജറാത്ത്, കാശ്മീർ, പഞ്ചാബ് പോലെയുള്ള പ്രദേശങ്ങൾ, ഗുജറാത്ത്, കശ്മീർ, പഞ്ചാബ് പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ മഹൽവാരി സിസ്റ്റമായിരുന്നു അവർ ഇമ്പോസ് ചെയ്തിരുന്നത്. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഒന്ന് ഓടിച്ചു നോക്കാം. ബ്രിട്ടീഷുകാരുടെ എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതിൽ പ്രധാനമായിട്ടും അവരുടെ ടാക്സേഷൻ പോളിസിയെ കുറിച്ചാണ് പറഞ്ഞത്. അതിൽ 3 രീതിയിലുള്ള ടാക്സേഷൻ പോളിസി ഉണ്ടായിരുന്നു. പെർമനൻ്റ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം, റൈറ്റ് വാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം. ഈ 3 സിസ്റ്റവും അതിൻ്റെ പ്രത്യേകതകളും നമ്മൾ പഠിച്ചു. മാത്രമല്ല അത് എവിടെയൊക്കെയാണ് ഇമ്പോസ് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ ബൈ.